ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഹോംവർക്ക് പോലൊരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു. അതായത് ഒരു സർക്കിളിൻ്റെ റേഡിയസ് തരികയാണെങ്കിൽ അതിൻ്റെ ഏരിയയും ഡയമീറ്ററും കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതുക എന്നത്. അപ്പോൾ അത് ഹോംവർക്ക് പോലെ തന്നായിരുന്നു. അതിൻ്റെ ആ പ്രോഗ്രാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കാം, ഞാനിവിടെ അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സ്ക്രീൻ, അതായതാണ് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കിട്ടേണ്ട ഔട്ട്പുട്ട് സ്ക്രീനിൻ്റെ ഒരു സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം എഴുതാനുള്ള അൽഗോരിതം, ഈ അൽഗോരിതത്തിനെയാണ് നമ്മൾ ഈ ലോജിക്കിനെയാണ് നമ്മൾ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് എഴുതിയ പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. നമുക്കിതും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ ഡോട്ട് എച്ച്. ഞാൻ പറഞ്ഞു ഏറ്റവും നിർബന്ധമായ സ്റ്റേറ്റ്മെൻറ്റ്, ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാം എഴുതുമ്പോൾ ഏറ്റവും ആദ്യം എഴുതേണ്ട സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഹെഡർ ഫയൽ ആഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ ഡോട്ട് എച്ച് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒരു ചെറിയൊരു ഷോർട്ട് ഫോമിലോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടോ നമുക്കിങ്ങനെ എഴുതി കാണിക്കാം, ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഈ പ്രോഗ്രാം വായിക്കുന്ന ആൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. കമ്പ്യൂട്ടർ ഇത് മനസ്സിലാവത്തില്ല. കമ്പ്യൂട്ടർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യും, അത് കമ്പൈൽ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ /* എന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടുള്ളത്. /* സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ എഴുതുക, എന്നിട്ട് അത് എൻഡ് ചെയ്യുന്ന സമയത്തും */ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് // ഇടയ്ക്ക് വരുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഓപ്ഷണലാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണോ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയത് ആ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതുക. ഇനി അടുത്തത് ഇൻറ്റ് മെയിൻ എന്ന് കൊടുക്കുക. മെയിൻ ഫംഗ്ഷൻ കാണിക്കാനായിട്ട് ഇൻറ്റ് മെയിൻ എന്ന് എഴുതുക. ഇതും കമ്പൽസറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാ C പ്രോഗ്രാമിലും നിർബന്ധമായി ഉണ്ടാവേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻറ്റ് മെയിൻ എന്നുള്ളത്. ഇൻറ്റ് മെയിൻ എന്ന് എഴുതി 2 ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ആക്ച്വലായിട്ടുള്ള പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, R എന്നും ഏരിയ എന്നും. ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത്, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേരിയബിളാണ് ഏരിയ എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ അത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ്, അതായത് ഡെസിമൽ പോയിൻറ്റ്സ് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് ഈ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയസ് റെപ്രസെൻറ്റ് ചെയ്യാനാണ് R എന്ന വേരിയബിൾ. നമ്മളിവിടെ കീബോർഡ് വഴി റേഡിയസ് എത്രയാണെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യണമല്ലോ, എന്തെങ്കിലും ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ R എന്ന് പറയുന്ന വേരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 വേരിയബിളും ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ, അതായത് ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേരിയബിൾസാണ് ഡിക്ലെയർ ചെയ്തത്. അങ്ങനെ 2 വേരിയബിൾസ് തന്നെ ആദ്യമേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഈ ഒരു സെൻറ്റൻസ് ഔട്ട്പുട്ട് സ്ക്രീനിൽ ആദ്യം ഈ ഒരു സെൻറ്റൻസ് ആണ് അപ്പിയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചു. printf എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എൻ്റർ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ കോളൻ ചേർത്ത് ഇങ്ങനെ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഈ ടെക്സ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോൺ ഇടുക. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് സ്ക്രീനിൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കീബോർഡ് വഴി റേഡിയസ് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ടൈപ്പ് ചെയ്യുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് scanf എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. scanf എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് %f എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഇൻപുട്ട് വാല്യൂ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഒരു തവണ %f നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. %f എന്ന് കൊടുക്കാൻ കാര്യം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ന്യൂമറിക്കൽ വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് %f എന്നിവിടെ മെൻഷൻ ചെയ്തു. എന്നിട്ട് ഡബിൾ കോട്ട്സ് ഇട്ട് ക്ലോസ് ചെയ്തു. എന്നിട്ട് കോമ ഇട്ടിട്ട് &R ആൻഡിൻ്റെ സിമ്പിൾ എഴുതി R കൂടി എഴുതുക. അതായത് ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ R എന്ന് പറയുന്ന വേരിയബിളിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി scanf എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഇത് സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏരിയ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ πr² ആണ് ഏരിയയുടെ ഇക്വേഷൻ. നമ്മളുടെ അതിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് 3.14 എന്നങ്ങ് എഴുതിയിരിക്കുകയാണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് 3.14 എന്ന് എഴുതി. *R അതായത് R² അത് കിട്ടാൻ വേണ്ടിയാണ് *R എന്നിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ R എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഉപയോഗിച്ച് ഈ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്തെടുക്കുന്നു. അപ്പം കിട്ടുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതിനെ ഏരിയ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സംഭവം 2 എണ്ണം ഡിസ്പ്ലേ ചെയ്യണം. ഡയമീറ്ററും ഏരിയയും നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. ഡയമീറ്റർ ആക്ച്വലി നമ്മളിവിടെ കണ്ടെത്തിയില്ല, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തി ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നതൊന്നുമില്ല. ഡയമീറ്ററിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മളങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഈ ഒരു ലൈനാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എന്ന ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിൻ്റെ കൂടെ ഈസ് എന്ന് പറഞ്ഞ് ആ ന്യൂമറിക്കൽ വാല്യൂയും കൂടെ ഡിസ്പ്ലേ ചെയ്യണം, ഡയമീറ്റർ എത്രയാണെന്ന്. അപ്പോൾ അതിനുവേണ്ടി printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് എന്ന് എഴുതിയിട്ട് %.2f എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഡബിൾ കോട്ട്സ്.
അപ്പോൾ ഈ പെർസെൻറ്റേജ് .2f സ്ഥാനത്തായിരിക്കും ഈ വാല്യൂ ഇവിടെ വരുന്നത്, ആ ന്യൂമറിക്കൽ വാല്യൂ ഇവിടെ വരുന്നത്. പെർസെൻറ്റേജ് എഫ് എന്ന് കൊടുക്കാൻ കാര്യം ആ ന്യൂമറിക്കൽ വാല്യൂ ഒരു ഡെസിമൽ പോയിന്റുള്ള വാല്യൂ ആണ്, അതുകൊണ്ട് പെർസെൻറ്റേജ് എഫ് കൊടുത്തു. മാത്രമല്ല നമുക്ക് ആക്യുറസി എന്നുള്ളത് 0.2 2 ഡെസിമൽ പോയിന്റ്സ് ഉള്ള വാല്യൂ ആയിട്ട് വേണം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി 0.2 അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കോമ ഇട്ടിട്ട് 2 × R എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 × R എന്ന് പറയുന്ന എക്സ്പ്രഷൻ സോൾവ് ചെയ്ത് ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും പെർസെൻറ്റേജ് .2f എന്ന് പറയുന്ന ആ ടേമിൻ്റെ സ്ഥാനത്ത് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പുതിയ വേരിയബിൾ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ തന്നെ ഇവിടെ പ്രിന്റപ്പ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 × R എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആ വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ ഇതിൻ്റെ ഈ ടേമിൻ്റെ സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ ഡിസ്പ്ലേ ചെയ്തതാണ് ഈ 8.60 എന്നത്. അതുപോലെ ഇനി നമുക്ക് അടുത്ത ഈ ഒരു ലൈനിൽ ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് എന്ന് പറഞ്ഞ് ഈ ഏരിയ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അടുത്ത ലൈനായിട്ട് വീണ്ടും പ്രിൻ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ബ്രാക്കറ്റ് ഇട്ട് ഡബിൾ കോഴ്സ് ഇട്ടിട്ട് ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് എന്ന് എഴുതി പെർസെൻറ്റേജ് .2f എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ കോമ ഇട്ടിട്ട് ഏരിയ എന്നാണ് എഴുതിയത്. അതായത് ഏരിയ എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ഏരിയ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ആ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്, ഈ ടേമിൻ്റെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ ഏരിയ എന്നുള്ള വേരിയബിൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. അങ്ങനെ ഏരിയ എന്ന് എഴുതി ബ്രാക്കറ്റ് ഇട്ടു, സെമിക്കോളൻ ഇട്ടു, റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെൻറ്റ് അവസാന സ്റ്റേറ്റ്മെൻറ്റായിട്ട് റിട്ടേൺ 0 എന്ന് എഴുതി ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ഔട്ട്പുട്ട് സ്ക്രീൻ കിട്ടുന്നത്. എന്താണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അങ്ങനെയല്ല. ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് കൂടെ വിട്ടുപോയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്, പകരം എന്താ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആദ്യം എൻ്റെ അടുത്ത് റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന സംഭവം ചോദിക്കും. അപ്പം നമ്മളൊരു വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്ത അതേ സെയിം വാല്യൂ തന്നെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, 4.3 എന്ന് എൻ്റർ ചെയ്യുന്നു. ഉടനെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഏരിയയും ഡയമീറ്റർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് 8.60 എന്നോട് ഡിസ്പ്ലേ ചെയ്യും. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് എന്ന് പറഞ്ഞ് 8.60 എന്ന് ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെയായിരിക്കും ഈ അടുത്ത ലൈനിൽ വരുന്ന അടുത്ത പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ആ ടെക്സ്റ്റും കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് ഇതുപോലെ ഇവിടെ 8.60 എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെയായിരിക്കും ബാക്കി ടെക്സ്റ്റും കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മളൊരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തു എന്ന് കരുതുക. അങ്ങനെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് കഴ്സർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ 8.60 കഴിഞ്ഞ് കഴ്സർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അടുത്ത പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോഴും കഴ്സറിൻ്റെ ബാക്കി അവിടെ നിന്ന് തന്നെയായിരിക്കും കഴ്സർ ബാക്കിയുള്ള ടെക്സ്റ്റും അങ്ങ് പ്രിൻ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കഴ്സർ എന്നുള്ളത് 8.60 അവിടെ 60 എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് കഴ്സർ അവിടെ തന്നെ നിൽക്കും. അടുത്ത പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് അത് അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ അടുത്ത ലൈനിലുള്ള അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് എങ്കിൽ പോലും അത് ഈ കഴ്സറിൻ്റെ ബാക്കിയായിട്ടായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ നമുക്ക് 2 ലൈനിലായിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ്, ഈ 2 ടെക്സ്റ്റും സെപ്പറേറ്റ് ലൈനിലായിട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഈ പ്രിൻ്റ് ഓഫ് എന്ന സംഭവം 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്താൽ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യത്തില്ല. പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 2 ലൈനിലായിട്ട് കൊടുത്താലും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അങ്ങനെ 2 ലൈനിലായിട്ട് വരണം എന്നില്ല, അങ്ങനെ ഒരിക്കലും വരത്തില്ല. അങ്ങനെ സെപ്പറേറ്റ് ലൈനിലായിട്ട് വരണമെങ്കിൽ നമ്മൾ ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കണം. ഈ കമാൻഡിൽ ഈ ടെക്സ്റ്റിൻ്റെ അവിടെ ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് ലൈനിലായിട്ട് വരികയുള്ളൂ. അങ്ങനെയല്ല, നോർമലായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഈ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും അടുത്ത പ്രിൻ്റ് ഓഫിൻ്റെ ആ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതായത് ഇതുപോലെ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇവിടെ ഈ 8.60 ഡിസ്പ്ലേ ചെയ്തിട്ട് ബാക്കി ടെക്സ്റ്റ് അടുത്ത ലൈനിൽ നിന്ന് തുടങ്ങാനായിട്ട് നമ്മളൊരു കാര്യം ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്നതാണ് ഈ \n എന്ന് പറയുന്ന സംഭവം. ഈ \n എന്ന് പറയുന്ന സിമ്പിൾ \n ഇത് സംഭവം 2 അക്ഷരമാണല്ലോ. ഒരു \n എന്ന് പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടർ, പിന്നെ n എന്ന് പറയുന്ന ആൽഫബറ്റ്. അപ്പോൾ ഇത് 2 ക്യാരക്ടറാണ് എങ്കിലും നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ഈ \n സിംഗിൾ ക്യാരക്ടറായിട്ടാണ് പറയുന്നത്. ആ ക്യാരക്ടറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ ക്യാരക്ടർ എന്നാണ് ഈ പറയുന്നത്. \n എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിംഗിൾ ക്യാരക്ടറായിട്ടാണ് ഈ പ്രോഗ്രാമിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത്. ആ \n എന്ന് പറയുന്ന ആ സിംഗിൾ ക്യാരക്ടറിനെ ന്യൂ ലൈൻ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാരക്ടറാണ് ഈ \n എന്ന് പറയുന്നത്. ഈ \n ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വരികയാണെങ്കിൽ പ്രിൻ്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻ്റ് അകത്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഈ \n വരികയാണെങ്കിൽ അവിടെ വെച്ച് പുതിയൊരു ലൈൻ അത് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ കാണാം ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഇവിടെ ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞ് ഈ \n കഴിഞ്ഞിട്ടാണ് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തത്. അതായത് ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് തന്നെയാണ് \n വരുന്നത്. അപ്പോൾ ഈ സംഭവം കൂടി ഈ \n കൂടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള കമാൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ \n സത്യം പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യത്തില്ല. ഇതവിടെ %.2f എന്ന് കഴിഞ്ഞിട്ട് \n എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 8.60 കഴിഞ്ഞിട്ട് ഇവിടെ \n എന്ന് സംഭവം വരത്തില്ല. അപ്പോൾ അതിന് പകരം അവിടെ ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യുകയാണ് നടക്കുന്നത്. കാരണം \n എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്യുമ്പം ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ആവുക എന്നതാണ് അവിടെ നടക്കുന്നത്.
അപ്പോൾ ഇവിടെ 8.60 കഴിഞ്ഞിട്ട് ഈ കർസർ ഇവിടെ നിന്ന് അടുത്ത ലൈനിലോട്ട് വരും. എന്നിട്ടായിരിക്കും ദ ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കുക. അപ്പം അടുത്ത ലൈനിൽ നിന്നായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ സെപ്പറേറ്റ് ലൈനിൽ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഈ ഒരു \n എന്ന് പറയുന്ന ആ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ നമ്മൾ കൊടുക്കണം. അതെപ്പോഴും ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ആ \n കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ \n എന്ന് കൊടുത്താൽ മാത്രമേ കർസർ ഒരു ലൈനിൽ നിന്ന് അടുത്ത ലൈനിലോട്ട് വരത്തുള്ളൂ. എന്നിട്ട് ഈ printf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത ലൈനിൽ ഇവിടെ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം കർസർ ഇവിടെ നിൽക്കുകയാണല്ലോ. അങ്ങനെ നിൽക്കുന്ന ആ ലൈനിൽ നിന്ന് കർസർ നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയാണ്, നെക്സ്റ്റ് ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ \n എന്ന് പറയുന്ന ന്യൂ ലൈൻ ക്യാരക്ടർ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാം എഴുതിയാൽ മാത്രമേ, ഇങ്ങനെ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ \n കൂടെ നമ്മളിവിടെ കൊടുത്താൽ മാത്രമേ ഇവിടെ അടുത്ത ലൈനിലായിട്ട് ഡിസ്പ്ലേ ചെയ്തുള്ളൂ. ഒന്നുകിൽ \n ഇവിടെ കൊടുക്കുക, ഈ ടെക്സ്റ്റിൻ്റെ അവസാനം \n എന്ന് കൊടുക്കുക. അതല്ല എങ്കിൽ നെക്സ്റ്റ് ഈ printf സ്റ്റേറ്റ്മെൻറ്റ് തുടക്കത്തിൽ ഇതിൻ്റെ ബിഗിനിങ്ങിലും ഈ \n കൊടുക്കാം. ഈ ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് \n എന്ന് എഴുതിയിട്ട് ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് നിങ്ങൾക്ക് വേണം എഴുതാം. അങ്ങനെയാണെങ്കിലും ഈ \n എന്ന് ചിലപ്പോൾ ഇവിടെ കർസർ ഇവിടെ നിൽക്കുകയായിരിക്കും. 8.60 കഴിഞ്ഞ് കർസർ ഇവിടെ നിൽക്കുമ്പോഴായിരിക്കും രണ്ടാമത്തെ printf സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ആദ്യം \n എന്ന് അവിടെ കിടക്കുകയാണെങ്കിൽ കർസർ ഇവിടെ നിന്ന് താഴെ വരും. ഇങ്ങനെ നെക്സ്റ്റ് ലൈനിൻ്റെ ബിഗിനിങ്ങിലോട്ട് വന്നിട്ട് പിന്നെയായിരിക്കും ഏരിയ ഓഫ് ദി സർക്കിൾ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ \n എന്നുള്ളത് ഒന്നുകിൽ ആ പ്രീവിയസ് ലൈനിൽ വേണ്ട ഏറ്റവും അവസാനം കൊടുക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈൻ വരേണ്ടതിൻ്റെ ബിഗിനിങ്ങിൽ കൊടുക്കുക. അപ്പോൾ എവിടെയാണോ \n എന്ന ടേം ആ ഒരു ക്യാരക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സമയത്ത് ആ കർസർ നെക്സ്റ്റ് ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകും. എന്നിട്ടായിരിക്കും ബാക്കി ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ \n എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നോക്കുക, എനിക്കിപ്പം ഞാനിവിടെ രണ്ട് \n കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു \n കൊടുത്തിട്ടുണ്ട്, ഇവിടെയും \n കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് \n വരികയാണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഇത്രയും ഒരു ഗ്യാപ്പ്, അതായത് ഒരു ലൈനിൻ്റെ തന്നെ ഗ്യാപ്പ് ഇവിടെ വിട്ടിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ \n എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ %.2f എന്ന് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ 8.60 എന്ന് ഡിസ്പ്ലേ ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് \n ഈ ഒരു ആദ്യത്തെ \n എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും കർസർ ഇവിടെ നിന്നിട്ട് നെക്സ്റ്റ് ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക് വരും. അങ്ങനെ ബിഗിനിങ്ങിലേക്ക് വന്നിട്ടായിരിക്കും അടുത്ത printf സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരപ്പോൾ വീണ്ടും ഒരു \n വരുന്നു. അപ്പം കർസർ ഇവിടെ നിന്ന് വീണ്ടും അടുത്ത ലൈനിലേക്ക് തന്നെ പോകുന്നു. എന്നിട്ടായിരിക്കും ബാക്കി ഏരിയ ഓഫ് ദി സർക്കിൾ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് ഒരു ലൈനിൻ്റെ ഗ്യാപ്പ് വിടാനായിട്ട് രണ്ട് \n യൂസ് ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴാണോ \n എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ആ പ്രസൻറ്റ് ലൈനിൽ നിന്ന് ഒരു നെക്സ്റ്റ് ലൈനിലേക്ക് കർസർ മൂവ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ \n എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ ലൈനിൽ നിന്നും ഈ ലൈനിലേക്കായിരിക്കും കർസർ വരുന്നത്. പിന്നെയും \n എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ ലൈനിൽ നിന്നും അടുത്ത ലൈനിലേക്ക് \n വരും. എന്നിട്ട് ബാക്കി ഇവിടെ നിന്നായിരിക്കും ഏരിയ ഓഫ് ദി സർക്കിൾ എന്നുള്ള സംഭവം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു \n യൂസ് എന്ന് പറയുന്നത്. ഈ \n എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. എപ്പോഴും നമ്മൾ printf സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒരു പ്രോഗ്രാമിൽ വരും. അപ്പോൾ അങ്ങനെ സമയത്ത് ഇങ്ങനെ \n എന്ന് കൊടുത്താൽ മാത്രമേ അടുത്ത നെക്സ്റ്റ് ലൈനായിട്ടൊക്കെ വരുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഇവിടെ ഈ printf സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ അടുത്ത് റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന് എഴുതിയിട്ട് ഇവിടെ എഴുതപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലൈനിൽ നിന്നാണ് ഈ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ വന്നത്. ഇവിടെ നമ്മൾ \n ഒന്നും കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ \n കൊടുത്താലേ ഡയമീറ്റർ അടുത്ത ലൈനിൽ നിന്ന് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നും. പക്ഷേ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ 4.3 എന്ന വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തു. അങ്ങനെ 4.3 എന്ന വാല്യൂ എൻ്റർ ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ടാണ് കർസർ അടുത്ത ലൈനിൽ വന്നത്. അതിനുശേഷം printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അത് അടുത്ത ലൈനിൽ നിന്നായിരിക്കും ആ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എന്ന സംഭവം ഡിസ്പ്ലേ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റർ കീ പ്രസ്, നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എൻ്റർ കീ പ്രസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് ഈ \n എന്ന സംഭവം ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ലൈനിൽ വന്നോളും. നമുക്കിവിടെ 4.3 എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ടൈപ്പ് ചെയ്താലും നമുക്ക് ഈ ഇൻപുട്ട് കംപ്ലീറ്റ് ആവുന്ന രീതി നമ്മൾ എന്തിനാണ് എൻ്റർ കീ പ്രസ് ചെയ്യുന്നത്, 4.3 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നത് എന്തിനാണ്, ഇൻപുട്ട് കംപ്ലീറ്റ് ആയി എന്ന് കമ്പ്യൂട്ടറിന് ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റർ കീ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് സ്പേസ് പ്രസ് ചെയ്താലും ഇൻപുട്ട് കംപ്ലീറ്റ് ആയി എന്ന ഒരു ഇൻഫർമേഷൻ കമ്പൈലറിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ 4.3 എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ടൈപ്പ് ചെയ്താലും ആ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിയും. അതായത് ഈ അത് സ്പേസ് ടൈപ്പ് ചെയ്യുന്നത് വരെയുള്ള വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അത് ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതാണ് കമ്പ്യൂട്ടറിൻ്റെ രീതി. പക്ഷേ നമ്മളങ്ങനെ സ്പേസ് ടൈപ്പ് ചെയ്യാറില്ല, പകരം എൻ്റർ കീ ആയിരിക്കും മിക്കവാറും കേസിൽ ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റർ കീ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു \n എന്ന സംഭവം ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് കർസർ നെക്സ്റ്റ് ലൈനിൽ വന്ന് നിന്നോളും. അപ്പോൾ ഇതാണ് \n യൂസ്ഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പുതിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് ലൈനിൻ്റെ ബിഗിനിങ്ങിലോട്ട് കർസർ പോയി അവിടെ നിന്ന് ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ \n എന്നുള്ളത്. നമ്മളെല്ലാം മിക്കവാറും എല്ലാ പ്രോഗ്രാമിനും ഈ \n നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ അത്രത്തോളം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് \n. എന്നാൽ മാത്രമേ ന്യൂ ലൈനിൽ നമ്മുടെ ടെക്സ്റ്റ് ക്രിയേറ്റ് ആകത്തുള്ളൂ. അല്ലാതെ 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലോ 2 ലൈനിലായിട്ട് പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കൊടുത്താലോ ഒന്നും ഔട്ട്പുട്ട് സ്ക്രീനിൽ 2 ലൈനിലായിട്ട് ഔട്ട്പുട്ട് വരത്തില്ല. അപ്പം \n കൊടുത്താൽ മാത്രമേ അങ്ങനെ ഔട്ട്പുട്ട് വരികയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡയമീറ്ററും ഏരിയയും ഡിസ്പ്ലേ ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തിയറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.